പോന്നേട്ടാ നല്ല തിരക്കാന്ന് തോന്നില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അല്ലേ. ഇതുകൊണ്ട് അവിടെയൊക്കെ നല്ല തിരക്ക് തോന്നുന്നു. ആണോ? ഇങ്ങനെ നമ്മള് സീവ് ബീച്ചല്ലേ, സീവ് ബീച്ചല്ലേ ഇത്? ശരിക്കും ആളുണ്ട് ചൂടാണെങ്കിലും കേട്ടാ. ആ എവിടെങ്കിലും നമ്മളെ ഒതുക്ക്. അവിടെ അങ്ങോട്ട് കടലിന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നിടം അവിടെ വേണോ ഇറക്കുന്നത്? ആ നല്ല തിരക്കുണ്ട് കേട്ടോ. കൊറേ കളിപ്പാട്ടമായിട്ട് വന്നേക്കുന്ന അമ്പൂട്ടെ. നല്ല രസമുണ്ടല്ലേ ആ വണ്ടി. ഇറങ്ങട്ടോ. ഇവരെ ഒരു സൈഡ് ആക്കി തന്നിട്ട് പോയേട്ടാ. ആ എന്നാ അതാ നല്ലത്. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു സീരുണ്ട്. ഇവിടാണ് നമുക്ക് ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ വരുന്നത് ഇവിടെ. പക്ഷേ ഈ ചൂടാണെങ്കിലും ആൾക്കാർ ശരിക്കും ഉണ്ട് കേട്ടോ. നല്ല പൂഴി മണ്ണാണ്. വണ്ടി മൊത്തം കച്ചടയാവും. അച്ഛൻ ഇന്നലെ വണ്ടി കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. അച്ഛൻ വണ്ടി കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. എന്തായാലും അതിലേക്കൂടെ വഴിയുണ്ട് ഭവി. നമുക്ക് ഈ മണ്ണിനകത്തൂടെ പോകാതെ അതുകൊണ്ട് വഴിയാണോ അല്ലല്ലേ? സഹിക്കാൻ വയ്യ ഇപ്പോഴത്തെ ചൂട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബീച്ചിലോട്ടൊക്കെ അവധി ദിവസമൊക്കെ ആകുമ്പോൾ ശരിക്കും ആളുകൾ വരുന്നുണ്ട്. ഇവിടെയും ചൂട് തന്നെ, എന്നാലും ഒരു ചെറിയൊരു സമാധാനം കടലൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്ക്. എടുത്ത ഫോൺ വെള്ളത്തിൽ പോവല്ലേ വെച്ചേ. ശ്രദ്ധിച്ച് നിൽക്കണേ. നല്ല തിരയുള്ള ഏരിയ കേട്ടോ, തിരയുള്ള ഏരിയ. കളിക്കാൻ പൂട്ടാ മോളെ പോവല്ലേ ദൂരോട്ട്. ചെരിപ്പൂരിയിട്, ചെരിപ്പൂരിയിട്. ഓടല്ലേ ഓടല്ലേ, അമ്മ കൈ പിടിച്ചിട്ട് ഓടാ. നിക്ക് നിക്ക് പവേ നിക്ക്. അമ്പു പോവല്ലേ. പോവല്ലേ ദൂരോട്ട്. എന്തോ ചെയ്യാടാ? കിണറുണ്ടാക്കുവാണോ? കിണറുണ്ടാക്കുവാണോ? കുഴി ഉണ്ടാക്കുവാണോ? ആണോടാ? അമ്പു നനഞ്ഞടാ. നിന്റെ വണ്ടി ഒഴുകി പോവേ. ചേച്ചി സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തിയേക്കോ അല്ലേ? അമ്പു ഇപ്പൊ ഒഴുകി പോവും. എണീക്കടാ. എണീക്ക്. തിരിച്ചു പോവുക കേട്ടോ. സന്ധ്യയായി. ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട് കേട്ടോ. നല്ല ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും വരേക്കും ബായ്. അല്ലേ ഭാവി? അടുത്ത വീഡിയോ കാണാമല്ലേ?
അടിപൊളി. അച്ഛനും മോനും അങ്ങ് പോയി. ഇനി അപ്പോൾ ശരിക്കും ആളുണ്ട് കേട്ടോ. ചൂടാണെങ്കിൽ നമ്മളൊരു വഴിയായി ചൂടെടുത്ത്. കടപ്പുറമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയ്യത്ത് കുളിക്കുക. പക്ഷെ മീൻമാടയാണ് ഈ ബീച്ചിൽ കൂടുതലും. നമ്മുടെ വണ്ടിയിലൊക്കെ മാടെടുക്കും, അതാണൊരു പ്രശ്നം. വണ്ടി ഏട്ടൻ ഇന്നലെ കഴുകി കൊണ്ടുവന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേറെ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കഴുകിയിട്ടേ കയറാമെന്ന് പറഞ്ഞില്ലെങ്കിൽ നടന്നു വന്നോളാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഉള്ളവർ ആഹാരവും പായും കിടക്കയൊക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനി പോരും. അവധി ദിവസമാകുമ്പോൾ പിന്നെ ഒരു 10-11 മണി, അല്ല 10-12 മണി ആയാലേ അവർ വീട്ടിൽ പോകത്തുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരെ ഇങ്ങനെ പായും കിടക്കയൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. നമുക്കൊക്കെ അതൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോഴേ നമുക്ക് മടുക്കുന്നു, സത്യം പറഞ്ഞാൽ. ഫുഡൊക്കെ കൊണ്ടുപോകുന്നത് നല്ല രസമാണ്. ഓ, എനിക്ക് മടുത്ത് കുറച്ച് നേരം. ഇഷ്ടപ്പെടണം. എന്തേ കഴുവാൻ തൊടി അവിടെ നമുക്ക് കഴുവാന്ന് നോക്ക്. പണ്ടുണ്ടല്ലോ ഏട്ട കഴുവാൻ പറ്റുമോ അവിടെ? കാണിച്ചേ. ദൂരെ വേറെ ഏതൊരു സ്ഥലത്തെ ബീച്ചിൽ പോകുമ്പോൾ അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നെ അങ്ങനെ കുളിപ്പിച്ചിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. അവരിവിടെ കഴുവാനാണോ? കാല് കഴുവാൻ പറ്റുമോ നോക്കിയേ. പൈപ്പില്ലേ? ആണോ? വണ്ടിയിൽ കയറുന്നതിന് വിട്ടേ വെള്ളം എടുത്ത്. ആ, ചെരുപ്പെല്ലാം കട്ടിക്കായിട്ടുണ്ട് മണ്ണ്. വണ്ടി അപ്പുറത്ത് കിടക്കുക, റോഡിൻ്റെ ഓപ്പോസിറ്റ്. എന്തുവാ പിന്നെ ഈ മറ്റൊരാളുടെ വീഡിയോ കടയുടെ ഇടയ്ക്കോട്ട് നോക്കി കണ്ടില്ല. കുറെ ലൈറ്റും കണ്ട്. അതോ പോന്നേട്ടാ. അത് റെന്റിന് കിട്ടുന്നതാ കേട്ടോ. വലിയവരാ അത് ഓടിക്കുന്നത്. കൊച്ചുങ്ങളും ഉണ്ടല്ലേ. അതിവിടെ റെന്റിന് കൊടുക്കുന്നതായിരിക്കും അല്ലേ? ടോയ്. അപ്പോൾ ബീച്ചിൽ പോയ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.